ഈ സാമാനത്തിന് ഇത്രമാത്രം വിലയാണ്. കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് അടിച്ച ബില്ലാണ്. ഇതൊന്ന് കാണിച്ച പോലെ 143 രൂപയാണ് ഞാൻ അടച്ചത് വെള്ളത്തിന്റെ ബില്ല്. ഇത്തവണ അടച്ചത് നോക്ക് 833 രൂപ ആണ് ഞാൻ ഇത്തവണ അടച്ചത്. ഇത്രമാത്രം വിലയുള്ള സാധനം ഈ വെള്ളമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതുപോലെ ഒഴുക്കി വിട്ടോണ്ട് ഇതുപോലെ ഇവിടെ മാസാമാസം അല്ലെ ആഴ്ച ഇത് പൊട്ടല പരിപാടി എന്നാ പറഞ്ഞത്. ഇത് ഈ വാട്ടർ അതോറിറ്റിയിൽ ഉള്ളത് ഈ പണി അറിയാവുന്നവന്മാരൊക്കെ അല്ലേ ഈ ശമ്പളം കൊടുത്ത് ഇവന്മാരെ ഇരുത്തി കഴിഞ്ഞ് നല്ല പൈപ്പോ അല്ലെങ്കിൽ ഇതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഇത് നോക്കാം, ഇവിടെ ഒരു കടക്കാരന് ടാക്സും കൊടുത്ത് ഇവിടെ വാടകയും കൊടുത്ത് ഒടുക്കത്തെ വാടകകളും ടാക്സും എല്ലാം കൊടുത്ത് ഈ ടൗണിലെ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ആ പുള്ളിക്ക് കച്ചവടമോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു വണ്ടി നിർത്താനോ ഇതൊന്നും പറ്റില്ല. പിന്നെ ഓട്ടോറിക്ഷക്കാര് ഇത്രയും വലിയൊരു ടൗണിലത്തെ സീമാസിന്റെ ഫ്രണ്ടിലാണ് ഇതുപോലത്തെ ഒരു വൃത്തിയുടെ രീതിയിൽ വെള്ളം ഇതിലെ ഇങ്ങനെ ഇത്രമാത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിക്കാം, ആദ്യം കടക്കാരോട് ചോദിക്കാം. ആ ചേട്ടാ ഇങ്ങനെ ഞാൻ ഇതൊന്ന് കാര്യങ്ങൾ ചോദിക്കാൻ വന്നാ. ഈ വെള്ളം പൊട്ടിക്കിടക്കണം നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഒഴുകിടും. ഇതൊന്ന് കുത്തിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ? ഇത് തീർച്ചയായിട്ടും കച്ചവടത്തെ ബാധിക്കുന്നുണ്ടല്ലോ. കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഒരു 3 വർഷത്തോളമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഏകദേശം എല്ലാ ദിവസങ്ങളിലും അവിടെ വെള്ളം പൊട്ടി ഒഴുകി ഈ ഓടയെ കൂടെ ഒലിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത്രയും വീതിയിൽ ഇങ്ങനെ വെള്ളക്കെട്ടായി കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സിന് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബിൽഡിങ്ങിൽ ഏകദേശം 6 റൂമുകളുണ്ട്. ആ 6 റൂമിലും വ്യത്യസ്തങ്ങളായ ബിസിനസ്സുകളാണ്. അതിലേക്ക് വരുന്ന ചെറുതും വലുതായിട്ടുള്ള ആളുകൾ. കുട്ടികളുടെ ഡ്രസ്സിന്റെ ഉണ്ട്, ജെന്റ്സിന്റെ ഡ്രസ്സിന്റെ ഉണ്ട്, മുകളിൽ ബ്യൂട്ടി പാർലർ ഉണ്ട്, ട്രാവൽ ഏജൻസി ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള പലതരത്തിലുള്ള ബിസിനസ്സുകളാണ്. പ്രായമായ ആളുകൾ വരുന്നുണ്ട്. 2 വീലറിൽ വരുന്ന ആളുകൾക്ക് ഇത്രയും വെള്ളം കവർ ചെയ്തിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് കയറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ നടന്നു വരുന്ന വാക്കിംഗ് കസ്റ്റമർ ആണെങ്കിലും അവർക്കും ഒരു പ്രയാസമുണ്ട്. ചിലവരൊന്നും ചിലപ്പോൾ കയറാതെ തന്നെ പോകും. എന്നുവെച്ചാൽ ഒരു ബൈക്ക് അവിടെ വെച്ചിട്ട് ആ വെള്ളത്തിന്റെ നടുക്ക് കൊണ്ട് ബൈക്ക് വെച്ചൊരു കസ്റ്റമർക്ക് നടന്നു വരാൻ വേണ്ടിയിട്ട് ഷൂ ഇട്ടവരോ ലെതർ ചെരുപ്പുള്ളവരോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ആരും അങ്ങനെ ഇറങ്ങൂല. അതൊക്കെ ശരിക്കും നമ്മുടെ കച്ചവടത്തിന് നല്ലോണം ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോ അല്ലാത്തൊരു സാഹചര്യം കൂടിയാണ്. ഇതിപ്പോ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഒരു 2-3 ദിവസം ഇങ്ങനെ കണ്ടിട്ട് പോയാൽ ആൾക്കാരൊന്നും കേറൂല. തീർച്ചയായിട്ടും സൗകര്യമായിട്ട് കടകൾ ഇഷ്ടം പോലെ ഈ ടൗണിലുണ്ട്. ഇതല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ കടകൾ. അതെ. പിന്നെ അതുപോലെ നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും ഈ റോഡിന്റെ സൈഡിൽ കൂടെ നിന്ന് നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ എത്തുമ്പോ പ്രായമായിട്ടുള്ള നമ്മൾ പലപ്പോഴും കാണുന്ന കാഴ്ചയാണ്. ഇങ്ങോട്ടേക്ക് നീങ്ങി കുറെ ഇതിപ്പോ ഏകദേശം ഒരു 2-3 മീറ്റർ മാറിയിട്ടാണ് ആൾക്കാർ നടന്നു പോകേണ്ടത്. റോഡിന്റെ നടുക്ക് ഭാഗത്തോടെ നടന്നു പോകുമ്പോ എതിരേന്ന് വരുന്ന വണ്ടികള് അതൊക്കെ വലിയ പ്രശ്നമാണ്. അപകടങ്ങൾക്ക് സാധ്യത. അങ്ങനെ പല സമയത്തും ഇവിടെ അപകടം സംഭവിച്ചിട്ടുമുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ ഒരുപാട് കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. ഇങ്ങനെ അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ഇതിന്റെ പൈസ കൊടുക്കാൻ പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അവര് മീറ്റർ സഹിതം ഊരിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇല്ലാത്ത അവസ്ഥയാണ്. ഇത്രയും വെള്ളം എത്ര ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഒഴിഞ്ഞു പോകുന്നത്. കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സമയങ്ങളിൽ വെള്ളത്തിന്റെ വില വല്ലാത്തൊരു വിലയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാ രീതിയിലും ഇതിനൊരു പരിഹാരം ഇതുവഴിയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇതിനു മുമ്പ് ഞങ്ങള് പിന്നെ വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. ബില്ല് ഇവിടെ തരാൻ വരുന്ന സ്റ്റാഫുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു പരിഹാരം കിട്ടിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഒരു പരിഹാരം കിട്ടിയിട്ടില്ല. തൊടുപുഴ ഓഫീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. ഇതുവരെ ഒന്നിനും പരിഹാരമായിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാ രീതിയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ട് വലിയൊരു പ്രയാസമാണ്. നല്ല പ്രയാസമാണ്. അതെ, തീർച്ചയായിട്ടും അതെ. പ്രതികരിച്ചതിന് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അജയ് ഉണ്ണി അതൊരു വലിയൊരു സേവനമായിരിക്കും ഇത് ചെയ്യുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നേരെയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് എനിക്കും വേണം, എനിക്ക് എന്റെ കടക്കാർക്കും വേണം. ഞാൻ എന്റെ വീട്ടിലിറച്ച് ഞാൻ പറഞ്ഞ പോലെ 152 രൂപയായിരുന്നു, 837 ഇതെല്ലാം അനുഭവിക്കുന്ന ആൾക്കാര്. അപ്പൊ ഇങ്ങനെ ഇത്രമാത്രം വെള്ളം പോകുന്നത് ഞാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഓക്കെ, ഞാൻ ഈ ഓട്ടോറിക്ഷക്കാർ ചേട്ടന്മാർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണം ഇത് കണ്ടിട്ട്. അപ്പൊ അവരെ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ ഇതിലെ പോകുന്നുള്ളതാണ്. ചേട്ടാ, അപ്പൊ ഞാനേ ഈ വെള്ളത്തിന്റെ കേസ് കേട്ട് ഒന്ന് പറയാൻ വേണ്ടി വന്ന. ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇപ്പം യാത്രക്കാരുടെ കേസ് കേട്ട്? യാത്രക്കാർക്ക് വണ്ടി കയറാൻ ഭയങ്കര പാടാണ്. പിന്നെ വഴിക്കാർക്ക് ഇതിൽ വലിയ പാടാണ് നടന്നു പോകാനായിട്ട്. ഒന്നങ്ങനെ വണ്ടി കയറാൻ വരുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൽ കൂടെ ചവിട്ടി വേണം വണ്ടി കയറാൻ.
അതും വലിയ പാടാണ്. അപ്പൊ പിന്നെ നമ്മള് കുറെ പരാതിപ്പെട്ടതാണ് പല ആൾക്കാരുമായിട്ട്. പക്ഷെ ആരും ഇതുവരെ നമ്മളോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാസത്തില് എത്ര തവണ ഇത് മാസത്തിൽ ഒരു 2 പ്രാവശ്യം പൊട്ടാറുണ്ട്? ആ. അപ്പൊ എന്നിട്ട് അത് ഭയങ്കര ചടങ്ങാണ് നന്നാക്കി എടുക്കാൻ. അതെ അതെ അവര് വരാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് അവർക്ക്. ഉണ്ട്. അത് ഈ മാസം ഈ പറഞ്ഞ പോലെ ഇത്ര മെയിൻ ജംഗ്ഷൻ ആയിട്ട് ഇവര് കാണിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര പോക്കറ്റ് ബസ് സ്റ്റോപ്പാണ്. പിള്ളേര് 2 കടകളുണ്ട്. സ്കൂൾ പിള്ളേരിൽ നടന്നു പോകുന്നതാണ്. വലിയ പാടാണ് ഇതിനകത്ത്. പിന്നെ നമ്മൾ പരാതിപ്പെടുക എന്നല്ലേ മാർഗമുള്ളൂ, വേറെ മാർഗം ഇതിനകത്തില്ല. ഈ കടക്കാരനൊക്കെ ആകപ്പാടെ പെട്ടുപോയി അവനൊക്കെ. അതിനകത്ത് ആരും നടന്നു കയറാൻ പറ്റുന്ന ആൾക്കാരാണ്. കാറെ വന്ന് കയറി അകത്തേക്ക് കയറ്റിയിട്ട് വല്ല ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമേ കച്ചവടം. അങ്ങനെ വേറെ കടയിലായിട്ടല്ലോ. അവനൊക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൻ ആരോടും കൂടുതൽ പരാതിപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ചെളിയൊക്കെ ചവിട്ടി കയറ്റി വണ്ടി നശിപ്പിക്കും. നശിപ്പിക്കും. അതുപോലെ അവർ തുണി കൂടിയൊക്കെ വെള്ളമാവും. ഈ നടന്നു വരുന്ന സാരി കൂടിയും ചുരിദാറും ചെരുപ്പിനകത്തുള്ള വെള്ളം വരുമ്പോ കോട്ടക്കാലെ കൂടെ കയ്യെ കൂടി എല്ലാം വെള്ളം. അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പം നിന്നോളും, ചിലപ്പം നല്ല നിൽക്കും. ഇത് ഈ ഉമ്മാര് ശമ്പളവും മേടിച്ചിട്ട് ഉമ്മാര് ഈ കൊണ്ടുപോയി ഇടണ പൈപ്പും കാര്യങ്ങളും അതെല്ലാം ഏറ്റവും ലോ ക്വാളിറ്റി ആയിരിക്കും. 1000 രൂപയുടെ പൈപ്പ് ഇടേണ്ട അടുത്ത് 50 രൂപയുടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം ആഴ്ച പൊട്ടും. ശരിയല്ലേ? പിന്നല്ലേ. അപ്പൊ ഞാനിത് ഞാൻ വന്നത് എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു മനസ്സാകുന്ന ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ. അല്ലാണ്ട് ഇവന്മാരെ ഒന്നും കാല് പിടിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളിത് ഇതിനോട് ശീലിച്ചു പോവുക. അതാ നമുക്ക് വേറെ മാർഗമില്ല. ഇമാരി ശമ്പളം മേടിച്ച് ഇവിടെ അവിടെ പോയി സുഖമായിട്ട് അവിടെ കയറി റൂമിനകത്തിരിക്കും. നമ്മളതെല്ലാം അനുഭവിക്കേണ്ടത്. കാണിച്ചു കൊടുത്തേ അപ്പറേ സ്റ്റോപ്പാക്കി. അവർ സ്റ്റോപ്പ് ഇപ്പറയായിരുന്നു, അത് അപ്പറേ കൊണ്ടാക്കിയില്ലേ. അതൊക്കെ ഒരു പ്രശ്നമാണേ. അപ്പൊ ഇത് ഓക്കെ കേട്ടാ. ചെറിയ കേസുകളൊക്കെ അവർ അത് അറ്റൻഡ് ചെയ്ത് വിട്ട കേസുകൾ. ഇത് വലുതല്ലോ, ചെറിയ കേസാണെങ്കിൽ. ശരിയാ. അപ്പൊ ഇത് കണ്ടോ, ഈ ആൾക്കാരല്ല ഇതുപോലെ എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ നാണം ഉണ്ടെങ്കിൽ ഇതൊന്ന് വന്ന് നന്നാക്കിയിട്ട് ഒരു ടൗണായത് മെയിൻ ടൗൺ സീമാസിന്റെ ഫ്രണ്ടും ഈ മണക്കാട് ജംഗ്ഷനൊക്കെയാ. നിങ്ങൾക്കൊക്കെ നാണം ഉണ്ടെങ്കിൽ, നാണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഈ സാധനം നന്നാക്കിയിട്ട് പോകും. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ പറയണ്ട കേട്ടോ. ഓക്കെ.